Hello everyone, welcome back. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്ന ഒരു ദിവസത്തിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം അന്ന് മോർണിംഗ് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിന്. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോകാൻ വേണ്ടി റെഡിയാണ്ടായിന്. അതുകൊണ്ട് ഞാനിങ്ങനെ ഹെവി ആയിട്ടുള്ള അതായത് അപ്പം കറിയൊന്നും ഉണ്ടാക്കാൻ പോയിട്ടാണ്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എഗ് ഓംലെറ്റും സോസേജും എല്ലാം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പം സായി എണിച്ചിട്ടുണ്ടായിട്ടാ ഇഷ എൻ്റെ ഒപ്പം എണിച്ചിട്ട് വന്നിന്. അപ്പം എന്താ ഓക്ക് ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓക്കും എന്തെങ്കിലും എൻ്റെ ഒപ്പം ചെയ്യണം. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടായിന്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് സാൻഡ്വിച്ചെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ച്. എന്നല്ലെങ്കിൽ നംഷി വിളിച്ച് പറഞ്ഞു ഓന് വരുന്നുണ്ട് റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പെട്ടെന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പം നംഷി ഓൾറെഡി ഞങ്ങളെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിന്. അപ്പം ഈ രാവിലെ തന്നെ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് ഇഷൻ്റെ സ്കൂൾ അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അപ്പം മോർണിംഗ് ടൈമാണ് ഇവരെ ഓഫീസ് അവേഴ്സ് ഉള്ളത്. അപ്പം ആ സമയത്ത് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. പിന്നെ ഒക്കെ കുറച്ച് ടെസ്റ്റും ഇൻ്റർവ്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അഡ്മിഷൻ പ്രോസസ്സാണ്. അങ്ങനെ മോർണിംഗ് ടൈം തന്നെ പോയിട്ട് ഓളെ അഡ്മിഷനെല്ലാം എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ അതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം അവിടെ കുറേ ടൈം എടുത്ത് ഉച്ചയ്ക്ക് ലഞ്ചൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. അറൗണ്ട് 3 PM എന്തോ ആയിന്ന് തോന്നുന്നു. അപ്പം നല്ലോണം വിശക്കുന്നുണ്ടായിന്. പിന്നെ പോകുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയത്. പിന്നെ റൂമിലെത്തിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടാണ്. ഞങ്ങൾക്ക് 3 ആൾക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിന്. പിന്നെ ഹസ്ബൻഡ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ജോബിന് പോയി. അങ്ങനെ ഇല്ലെങ്കിൽ ഈ പിള്ളേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലോ കഥ പറയേണ്ടിണ്ടായിന്. ഇതങ്ങനെയൊന്നല്ല. ഓറും നല്ലോണം ടയേർഡായിട്ടും വിശന്നിട്ടെല്ലാം ഉള്ളതുകൊണ്ട് ഓറും പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച്. അങ്ങനെ ഈവനിങ് ആയപ്പം പിന്നെ ഷോപ്പിങ്ങിന് പോകാനുണ്ടായിന്. വരുന്നല്ല റൂമിലോട്ട് കുറച്ച് ഗ്രോസറി എല്ലാം വാങ്ങാനുണ്ടായിന്. അപ്പം തൊട്ടടുത്ത് തന്നെയുള്ള ലുലുലാണ് പോയത്. അങ്ങനെ വലിയ പർച്ചേസൊന്നും അല്ല, വലിയ ഷോപ്പിങ്ങൊന്നും ഉണ്ടായിട്ടാ. കുറച്ച് സാധനം തന്നെ വാങ്ങാനുണ്ടായിന്. അതുകൊണ്ട് വേഗം വാങ്ങാനുള്ളതെല്ലാം എടുത്തിട്ട് തിരിച്ച് റൂമിലേക്കാണ് പോയത്. റൂമിലെത്തിയിട്ടായിട്ട് പിന്നെ ഡിന്നറെല്ലാം ഉണ്ടാക്കാനുണ്ടായിന്. ഉച്ചയ്ക്ക് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് രാത്രി വേഗം റൂമിലെത്തിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സായിക്ക് നല്ല ഉറക്കം വന്നിട്ട് കരയുന്നുണ്ടായിന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് ഓൻ ഉറക്കി കഴിഞ്ഞാൽ തന്നെ ഞാൻ കുറച്ച് ഫ്രീ ആവും. ഇല്ലെങ്കിൽ ഓൻ്റെ ബാക്കിൽ തന്നെ ആവും. അങ്ങനെ ഞാൻ പത്തലാണ് രാത്രിത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പത്തൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പത്തൽ എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പത്തിരിയോ ഒറോട്ടയോ അങ്ങനെ ആയിരിക്കും. അപ്പം ഞങ്ങൾ അങ്ങോട്ടെല്ലാം ഇതിനെ പത്തൽ എന്നാണ് പറയൽ. അങ്ങനെ കിച്ചണിലെല്ലാം കുറച്ച് സാധനമെല്ലാം ഉണ്ടായിന്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഡിന്നർ ഉണ്ടാക്കാൻ കഴിഞ്ഞ്. അങ്ങനെ പത്തലെല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പച്ചപ്പയറിൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കിയത്. നോൺ വെജ് എല്ലാം നോമ്പും പെരുന്നാളെല്ലാം ആയിട്ട് കുറച്ച് കൂടുതൽ കഴിക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കുറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പച്ചപ്പയർ കറിയെല്ലാം കൂട്ടിയിട്ട് ഡിന്നർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇഷയ്ക്ക് ജ്യൂസ് കുടിക്കാനൊരാശ. അങ്ങനെ പിന്നെ ഓൾക്ക് കുറച്ച് ഡേറ്റ്സും അതെല്ലാം ഇട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത്. ഓളങ്ങനെ ജ്യൂസ് കുടിക്കുന്ന ഒരാളല്ല. ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഓൾ കുടിച്ചിട്ടുമില്ല. എന്തിനോ വേണ്ടിയിട്ട് ചോദിച്ച് സാരമില്ല പിന്നെ എന്ത് ചെയ്യുന്നത് ഞാൻ എന്നെ കുടിച്ച്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.